ബില്ലുകൾ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിച്ച കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സമയപരിധി നിശ്ചയിക്കാൻ ഭരണഘടനാ ഭേദഗതി വേണം. കോടതി വിധി പരിധി ലംഘിക്കുന്നതാണ്. വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഗവർണറുടെ പരാമർശം. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ഗവർണർ ഉയർത്തുന്ന ഭരണഘടനാ വിഷയം ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഉത്തരവിൽ നിലനിൽക്കുന്നതാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ പാർവതി, സുപ്രീം കോടതി തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. അത് കേരളത്തിനുൾപ്പെടെ ബാധകമാകുമെന്ന് സംസ്ഥാന സർക്കാരും കരുതുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഗവർണർ അർലേക്കർ ഇങ്ങനെ ഒരു വിമർശനവുമായി രംഗത്ത് വരുന്നത്. സുപ്രീം കോടതി വിധിയെ പൂർണ്ണമായും വിമർശിക്കുന്നതിനൊപ്പം തന്നെ എന്ത് അധികാരമാണ് ഇക്കാര്യത്തിൽ ഈ ജഡ്ജിമാർക്കുള്ളത് എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹർജി വന്നപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതായിരുന്നു. കാരണം ഭരണഘടന ഒരു തരത്തിലും ഇങ്ങനെ ഒരു സമയപരിധി ബില്ലുകൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയുക എന്ന ചോദ്യമാണ്. പാർലമെൻറ്റാണ് ഈ കാര്യത്തിൽ ഒരു ഭേദഗതി വരുത്തേണ്ടത്. അത് നിയമമാകുന്നത് പാർലമെൻറ്റ് ഭേദഗതിയിലൂടെയാണ്. അല്ലാതെ അത് ഒരു ജഡ്ജിക്കോ ഒരു കോടതിക്കോ അങ്ങനെ ഒരു ഭേദഗതി വരുത്താൻ കഴിയില്ല എന്ന നിലപാടിൽ രാജേന്ദ്ര ആർലേക്കർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിനെതിരെ നിയമമന്ത്രി പി രാജീവും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് സംഘപരിവാറിനെതിരെയുള്ള ഒരു കോടതിയുടെ നിലപാടിൻ്റെ ഒരു രജതരേഖ കൂടിയാണ് വിധിയെന്ന് KC വേണുഗോപാൽ പറയുമ്പോൾ തന്നെ ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് ഈ ഗവർണറുടെ നിലപാട് ശക്തമായി എതിർക്കപ്പെടണമെന്ന് മന്ത്രി പി രാജീവ് അടക്കം പറയുന്നുമുണ്ട്.